ഈ വീഡിയോയിൽ നിരവധി വിഷയങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊരു 3 വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ വെനിസുലയുടെ കാര്യം പറഞ്ഞു പോവാം. വെനിസുലയെ തുടർന്ന് ജപ്പാനിലും ഒരു ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വെനിസുലയുടെ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഭൂചലനമല്ല. പിന്നെ ജപ്പാൻ എപ്പോഴെപ്പോഴും ഫ്രീക്വൻ്റായിട്ട് ഭൂചലനം വരുന്നൊരു രാജ്യമായതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ പ്രിപ്പയർഡാണ്. കാരണം അവരുടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവരുടെ സെറ്റപ്പ്, ഹൗസിംഗ് സെറ്റപ്പ് എല്ലാം തന്നെ ഇതേപോലെ എർത്ത് ക്വേക്ക് വരും എന്നുള്ളത് ഒരു മുൻകരുതലോടുകൂടി അവർ കണ്ടെത്തിക്കൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ജപ്പാനിലുടനീളം അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായില്ലെങ്കിലും സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഭൂചലനം തന്നെയാണ് ജപ്പാനിൽ ഉണ്ടായത്. അപ്പോൾ ഇവിടെ സൈഡിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് വെനിസുലയുടെ സ്കൈ വ്യൂ ആണ്. അത് വെനിസുലയുടെ പിക്ചർ, എങ്ങനെയാണ് വെനിസുല പായി കിടക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകളാണ് ഈ വീഡിയോയിലുടനീളം നമുക്ക് കാണാൻ പറ്റുന്നത്. ആ വീഡിയോ സൈഡിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ മറ്റുള്ള വാർത്തകളും കൂടി നോക്കിപ്പോവാം, കാരണം ഈ വീഡിയോയ്ക്ക് ലെങ്ത് ഉണ്ട്. ജപ്പാനിൽ 5.8 മാഗ്നിറ്റ്യൂഡിലാണ് ഈ എർത്ത് ക്വേക്ക് അനുഭവപ്പെട്ടത്. ശരിക്കും സുനാമി മുന്നറിയിപ്പൊക്കെ ജപ്പാന് നൽകിയിട്ടുണ്ട്. പക്ഷേ വെനിസുലയുടെ അവസ്ഥ പരിതാപകരമാണ്. 10,000-ലധികം ആൾക്കാർ ഈ എർത്ത് ക്വേക്കിൽ മരണപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് നിഗമനം. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, വൻ നാശനഷ്ടം. ഇപ്പോൾ നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഉക്രൈനിലെ സെലൻസ്കി സ്പെസിഫിക് ആയിട്ട് എന്നൊരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്പീച്ചിൽ സെലൻസ്കി വളരെ സ്പെസിഫിക് ആയിട്ട് മോസ്കോയെയും പുടിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യമേ തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണ് റഷ്യയുടെയും ഉക്രൈൻ്റെയും വാർത്തകൾ പറയുമ്പോൾ റഷ്യയുടെ ആക്രമണത്തിനെ ഞാൻ എടുത്ത് പറയുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. കാരണം മെജോറിറ്റി മീഡിയ വെസ്റ്റേൺ മീഡിയ ആണ്. അവരാരും തന്നെ ഉക്രൈൻ്റെ ഉള്ളിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തുന്നില്ല എന്നല്ല. റഷ്യ ഉക്രൈനിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്ത് റഷ്യയുടെ ആ ഒരു ആക്രമണത്തിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് അത് വെസ്റ്റേൺ മീഡിയയിലൂടെ പുറത്തു വരാൻ വെസ്റ്റേൺ മീഡിയ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തുന്ന അറ്റാക്കുകളെ കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ അൺബയാസ്ഡ് ആയിട്ട് വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ 2 സൈഡിലുള്ള ആക്രമണങ്ങളെക്കുറിച്ചും പറയാറുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഫോറിൻ പോളിസി വ്യൂ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ റഷ്യയോടൊപ്പം നിൽക്കുന്ന രാജ്യം തന്നെയാണ്. ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ നിലപാടിനോടൊപ്പം തന്നെയാണ് എൻ്റെയും നിലപാട്. അത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ. മറ്റുള്ള രീതിയിൽ ഇപ്പം റഷ്യ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് രാജ്യമാണെന്ന് പറഞ്ഞാൽ യെസ്, ഡിക്റ്റേറ്റർഷിപ്പ് രാജ്യമാണ്. ഡെമോക്രസി ഇല്ലേന്ന് ചോദിച്ചാൽ ഡെമോക്രസി ഇല്ല അവിടെ. അതിനൊന്നും നമ്മൾ റഷ്യയെ പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ ഓരോ വിഷയങ്ങളിൽ അധിഷ്ഠിതമാണ് നിലപാടുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യ നടത്തുന്ന അറ്റാക്കിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്നലെ റഷ്യ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഉക്രൈനിൽ എനർജി സെർവ് ചെയ്യുന്നൊരു കമ്പനിയുണ്ട്. പ്രത്യേകിച്ച് കീവ് നഗരത്തിൽ എനർജി കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്കാണ് ഇപ്പോൾ അത് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, പ്രൈവറ്റ് എനർജി ഗ്രിഡുകളാണ് ഉക്രൈനിൽ കീവ് നഗരത്തിൽ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. കാരണം കീവ് നഗരം കഴിഞ്ഞ ഒരു 8-9 മാസങ്ങളായിട്ട് പവർ ഇല്ലാതിരിക്കുകയാണ്, കറണ്ടില്ല. കാരണം റഷ്യ ഓൾറെഡി ആക്രമണം നടത്തി കീവ് നഗരത്തിനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കൊടും തണുപ്പിൽ കീവ് നഗരത്തിലുള്ള ജനങ്ങളെല്ലാം തന്നെ അണ്ടർഗ്രൗണ്ടിൽ പോയി സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിൽ ഒളിച്ചിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടത് ശരിക്കും റഷ്യയുടെ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടാണ്. പല രഹസ്യ കേന്ദ്രങ്ങളും റഷ്യ ആക്രമണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിലിവിടെ സെലൻസ്കി പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, റഷ്യയിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എയർ ഡിഫൻസ് സിസ്റ്റംസ് വർക്കാകുന്നുള്ളൂ. 2 S-500 എയർ ഡിഫൻസ് സിസ്റ്റമാണ് റഷ്യയുടെ അടുത്തുള്ളത്. അതും തന്നെ അവർ മോസ്കോയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് ഉക്രൈൻ റഷ്യയുടെ ഉള്ളിലേക്ക്, പ്രത്യേകിച്ച് മോസ്കോ കേന്ദ്രീകരിച്ച് നടത്തിയ അറ്റാക്കിൽ റഷ്യ ആകപ്പാടെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ അവർ കൂടുതൽ മോസ്കോയെ കേന്ദ്രീകരിച്ചാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. സോ ഉക്രൈന് റഷ്യയിൽ മറ്റുള്ള ഏരിയകളിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് ചെന്ന് അറ്റാക്ക് നടത്താൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനേക്കാളും ക്രൂഷ്യലായിട്ടുള്ള അവസ്ഥയിലേക്ക് പുടിനെ ഞാൻ എത്തിക്കും എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ഫൈൻ. റഷ്യക്കുള്ളിൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന തരത്തിലുള്ള എണ്ണപ്പാടങ്ങളാണ് ഏറ്റവും കൂടുതൽ സെലൻസ്കി ടാർഗറ്റ് ചെയ്തത്.
മീൻസ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വിരലിൽ എണ്ണാവുന്ന എണ്ണപ്പാടങ്ങളാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. റഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് പരന്ന് വിരിഞ്ഞു കിടക്കുന്ന വലിയൊരു ലാൻഡാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ മൂലയിൽ 1-2 സ്ഥലങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി കൃത്യമായിട്ട് ഉക്രൈനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താൻ പറ്റുമായിരിക്കും. പക്ഷേ ഉക്രൈൻ എന്ന് പറയുമ്പോഴത്തേക്കും റഷ്യ വളരെ കൃത്യമായിട്ട് 144 ഉക്രൈൻ്റെ മിലിറ്ററിക്ക് വേണ്ടിയിട്ട് എണ്ണ സപ്ലൈ ചെയ്യുന്ന ഓയിൽ സ്റ്റോറേജ് ഗോഡൗൺസ് ആണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് റഷ്യ അറ്റാക്ക് നടത്തിയത് ഉക്രൈൻ്റെ ഉള്ളിൽ. വെസ്റ്റേൺ മീഡിയ റിപ്പോർട്ട് ചെയ്തോ? റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1-2 മാധ്യമങ്ങൾ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ബാക്കിയുള്ള വെസ്റ്റേൺ മീഡിയ മൊത്തത്തിൽ ഉക്രൈനെ പുകഴ്ത്തിക്കൊണ്ട്, ഉക്രൈൻ നടത്തുന്ന അറ്റാക്കിനെ പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾ വൻ വിജയം നേടുകയാണെന്നുള്ള രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ അവരുടെ മാധ്യമങ്ങളിൽ എഴുതി പിടിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിലൂടെ ലോകത്തെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓരോ രാജ്യങ്ങളുടെയും ലോക്കൽ മീഡിയ എടുത്ത് പരത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഉക്രൈൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഏരിയകളിൽ ഉക്രൈനിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് റഷ്യ. ഇതാണ് യാഥാർത്ഥ്യം. 140ഓളം മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് എണ്ണ സംഭരിച്ച് വെച്ചിരിക്കുന്ന സംഭരണികൾ റഷ്യ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി എവിടെ ഇരിക്കുന്നു? വിരലിൽ എണ്ണാവുന്ന തരത്തിൽ ഒരു 5-6 സ്ഥലങ്ങളിൽ എണ്ണപ്പാടങ്ങൾ റഷ്യയുടെ ഉള്ളിലേക്ക് ഉക്രൈൻ അറ്റാക്ക് നടത്തിയത് എവിടെ ഇരിക്കുന്നു? മെജോറിറ്റി എണ്ണപ്പാടങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആളിക്കത്ത്, അതായത് ഒരു എണ്ണ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സംഭരണിയിൽ ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞാൽ ആ സംഭരണിയിലുള്ള എണ്ണ മൊത്തം ആളിക്കത്തും. അത് ശരിക്കും പറഞ്ഞാൽ മഷ്റൂം ലൈക്ക് ഫ്ലെയിം ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് ആണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ അത്തരത്തിൽ ആളിക്കത്തുമ്പോൾ ശരിക്കും അത് റഷ്യ തന്നെ നിന്ന് കത്തുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ടാക്ടിക്സ് ആണ് സെലൻസ്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ ഇവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. ഈ മാപ്പിൽ നിപ്രോ ആ ഒരു ഏരിയയിൽ നിന്നും നിപ്രോ റിവർ താഴോട്ട് വരുന്നുണ്ട്. ഈ നിപ്രോ റിവർ താഴോട്ട് വന്ന് ഇത് കൃത്യമായിട്ട് ക്രൈമിയയിലേക്ക് കയറുന്നില്ല. അതിന് മുമ്പ് തന്നെ, അതായത് റഷ്യ ഓക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡ് ഉണ്ടല്ലോ, അത് ക്രൈമിയയ്ക്ക് തൊട്ട് മേളിൽ കിടക്കുന്ന ഇത് ഒഡേഷ, സെബ്രോസേഷ്യ, അതിൻ്റെ അപ്പുറത്ത് ഡോൺബോസ് റീജിയൻ, ഇതെല്ലാം ഇങ്ങനെ കിടക്കില്ലേ, അതായത് ഈ പിങ്ക് കളറിൽ, ഇതെല്ലാം തന്നെ റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. റഷ്യയുടെ ഓക്കുപ്പേഷൻ തന്നെ വിളിക്കാം. അപ്പോൾ ഇവിടെ ഉക്രൈൻ പറയുന്നത് പോലെ ഉക്രൈൻ എന്താണ് ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഉക്രൈൻ ശ്രമിക്കുന്നത് ക്രൈമിയയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ക്രൈമിയയെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏരിയ കൂടി പിടിച്ചെടുക്കേണ്ടതുണ്ട്. അത് പിടിച്ചെടുക്കാതെ ക്രൈമിയയുടെ പാലങ്ങൾ തകർത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ക്രൈമിയയിൽ ഉക്രൈൻ നടത്തിയ അറ്റാക്കിൽ മുഴുവൻ പാലങ്ങളും തകർക്കപ്പെട്ടതായിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് വെസ്റ്റേൺ മാധ്യമം അടിച്ചിറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ മുഴുവൻ പാലങ്ങളും തകർന്നിട്ടില്ല. അവിടെ ഇപ്പോഴും 2 പാലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പാലത്തിന് ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് റഷ്യൻ ലാൻഡിൽ നിന്നും അവിടെ കണക്ടിവിറ്റി ഉണ്ട്. രണ്ടാമത് ഇപ്പുറത്ത് ഉക്രൈൻ്റെ മേജർ മെയിൻ ലാൻഡിൽ ഒഡീഷ, സെപ്രോഷേഷ്യ പോലത്തെ സ്ഥലങ്ങളൊക്കെ റഷ്യ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അതിലൂടെയും റഷ്യക്ക് കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പം ഈ ഡിനിപ്രോ റീജിയൻ, ആ ഒരു ഡിനിപ്രോ റിവർ, ആ റിവറിൽ ഇതുവരെ റഷ്യ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നില്ല. ആ സ്ഥലത്തിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഡിനിപ്രോ റിവറിൽ ഒട്ടാകെ 5 പാലങ്ങളുണ്ട്. ഈ 5 പാലങ്ങളും റഷ്യ തകർത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ താഴത്തെ മേഖലയിൽ നിന്നും റഷ്യ കൂടുതലായിട്ട് ഇനി അങ്ങോട്ട് കയറി പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യയുടെ ഫോക്കസ് എല്ലാം തന്നെ ഡോൺബോസ് റീജിയനാണ്. ഡോൺബോസ് റീജിയന് വേണ്ടിയിട്ടാണ് റഷ്യ ഇത്രമാത്രം ഈ സ്ഥലങ്ങൾ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നാളെ ഒരു നെഗോസിയേഷൻ വന്നാൽ തന്നെയും ഈ സെബ്രേഷ്യ, അതേപോലെ തന്നെ താഴത്തെ ഒഡേഷ, ഇതൊക്കെ ഒരു പക്ഷേ റഷ്യ വിട്ടുകൊടുത്തേക്കാം നെഗോസിയേഷൻ്റെ പേരിൽ. പക്ഷേ ക്രൈമിയയെ വിട്ടുകൊടുക്കൂല. അത് കുറേ കാലങ്ങളായി ക്രൈമിയ പിടിച്ചെടുത്തിട്ട്. 2014 മുതലേ റഷ്യ ക്രൈമിയയെ കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയൊക്കെ റഷ്യൻ ലാംഗ്വേജ് എല്ലാം റഷ്യൻ കൾച്ചറിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെ ഉക്രൈനും ക്രൈമിയയിലുള്ള ജനങ്ങൾക്ക് തമ്മിൽ യാതൊരു ബന്ധമില്ല. അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള റഷ്യയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഡിനിപ്രോ പിടിച്ചെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് നെഗോസിയേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ അതിനെ പിടിച്ചടക്കണമെന്ന് ശ്രമിക്കുന്നത്. പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. ശരിക്കും സെലൻസ്കി പരാജയത്തിലോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മീഡിയകളിൽ മാത്രമാണ് സെലൻസ്കി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഈ മനഃപൂർവ്വമായിട്ട് ഈ പാലങ്ങൾ, ഈ നിപ്രോ റിവറിൻ്റെ പാലങ്ങൾ മൊത്തത്തിൽ റഷ്യ തകർത്ത് കളഞ്ഞത് ഉക്രൈൻ്റെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം അത് തടയാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡോൺബോസ് റീജിയനിലും കാർക്കീവ് റീജിയനിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാർക്കീവ് റീജിയനിൽ തന്നെ, കാർക്കീവിൽ കുറച്ച് സ്ഥലം മാത്രമാണ് റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉക്രൈൻ്റെ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ആ ഗ്യാസ് പ്ലാന്റ് ശരിക്കും ഈ കാർക്കീവ് റീജിയനിലുള്ള പൊതുജനങ്ങൾക്ക് ഗ്യാസ് സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ റിയൽ ടൈമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാസ് പ്ലാന്റ് ആണ്. ആ ഗ്യാസ് പ്ലാന്റ് ഇന്നലെ റഷ്യ അറ്റാക്ക് നടത്തി. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. കാരണം പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് പ്ലാന്റ് ആണ്. അപ്പോൾ അതിലേക്ക് അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അതൊക്കെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 140 എണ്ണശേഖരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള എണ്ണശേഖരങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ ബ്രയാൻസ്കിൽ, റഷ്യയ്ക്കുള്ളിൽ, അവിടെ ശരിക്കും ഒരു സിവിലിയൻ മേഖലയിൽ തന്നെയാണ് ഉക്രൈൻ അറ്റാക്ക് നടത്തിയത്. അവിടെ ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ ആക്രമണത്തിൽ, റഷ്യയ്ക്കുള്ളിൽ. അപ്പോൾ അതും സിവിലിയൻ അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ പറയുമ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തുമുള്ള കാര്യങ്ങൾ പറയണം. വെസ്റ്റേൺ മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യക്കെതിരെ അല്ലെങ്കിൽ വിക്ടിം കാർഡ് കളിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ റഷ്യ ഉക്രൈനിൽ നടത്തിക്കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കാണിക്കാനും, അതേപോലെ തന്നെ ഉക്രൈൻ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഒരു പിക്ചർ നറേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇതാണ് റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്. അപ്പോൾ തികച്ചും ആക്രമണങ്ങൾ മുന്നോട്ട് പോവാണ്. കീവ് നഗരത്തിൽ ഇപ്പോൾ ഈ പ്രൈവറ്റ് ആയിട്ട് പവർ ഗ്രിഡ് സപ്ലൈ ചെയ്യുന്ന കമ്പനി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പവർ ഗ്രിഡുകളുടെ എണ്ണം കൂട്ടണം. അവിടുത്തെ പവർ ഗ്രിഡുകളിലേക്ക് റഷ്യയുടെ അറ്റാക്കുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പവർ കട്ടിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കമ്പനി കൊടുത്തിരിക്കുന്നത്. ട്വിറ്ററിൽ തന്നെ അവർ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് റഷ്യയും മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈന് മേളിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ സൗദി അറേബ്യയിലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ മുൻകൈ എടുത്ത് ഇറാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്തെങ്കിലും തരത്തിൽ സാധ്യതകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇറാൻ്റെ സൈഡിൽ നിന്നും ഇതുവരെ കൺസെൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ സൗദി അറേബ്യ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഖത്തറിനും ഈ താല്പര്യമുണ്ട്. അപ്പം ഖത്തർ, സൗദി അറേബ്യ ഈ രാജ്യങ്ങളൊക്കെ ചേർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാനെ ഒന്ന് മയപ്പെടുത്തി കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്. ഇത് അമേരിക്കയുടെ മിസ്റ്റേക്കാണ് ഒന്നാമത്തെ കാര്യം. കാരണം അമേരിക്ക ശക്തമായ രീതിയിൽ ഡോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നെഗോസിയേഷന് വേണ്ടിയിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ശ്രമിക്കില്ല. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഫുൾ ഡിറ്ററൻസ് നിലനിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നേരത്ത് വേണമെങ്കിലും ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എന്നുള്ളൊരു തെളിവ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇറാൻ അമേരിക്കയോടൊപ്പമാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ ബാക്കി കിടക്കുന്ന ഈ അറബ് രാജ്യങ്ങളൊക്കെ എന്തുമാത്രം, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഇറാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ആർക്കും തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഞാൻ അമേരിക്കയുമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്, വേൾഡ് സൂപ്പർ പവർ, അവരെ തന്നെ ഞാനിപ്പം നെഗോസിയേഷൻ ടേബിളിൽ എത്തിച്ചിട്ടുണ്ട്, അവർ വിളിച്ചിട്ട് തന്നെ ഞാൻ നെഗോസിയേഷനിൽ പോയിട്ടില്ല. അപ്പോൾ അത്തരത്തിലിരിക്കുന്ന എൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത്? എനിക്ക് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ഇനിയും നിങ്ങളുടെ മേളിൽ ബോംബിടും, ബാലിസ്റ്റിക് മിസൈലുകൾ ഞാൻ തുരിതരാങ്ങട്ട് അയക്കും. അതുകൊണ്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു ധ്വനിയാണ് ഇന്നലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൽ കേൾക്കാൻ കഴിഞ്ഞത്. കാരണം ഡീലിൽ ഒപ്പുവെച്ചിട്ടും ഒമാൻ്റെ ഭാഗത്തുള്ള ഒരു കപ്പലിന് നേരെ കൃത്യമായിട്ട് ഇറാൻ അറ്റാക്ക് നടത്തുന്നുണ്ട്. എന്തിനാണ്? ഇപ്പം ഒമാൻ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൻ്റെ സ്റ്റേക്ക് ഹോൾഡറാണ്. യു എയിൽ നിന്നും എടുക്കുന്ന എണ്ണ ആയിക്കോട്ടെ, യു എ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിൻ്റെ രണ്ട് സൈഡും ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിന്ന് എണ്ണ എടുക്കുന്ന രാജ്യങ്ങൾ ആ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസ് കറങ്ങി പിന്നെ വീണ്ടും ഇപ്പുറത്ത് ഒമാൻ ക്രോസ് ചെയ്ത് വീണ്ടും ഫിജൈറ ടച്ച് ചെയ്ത് വേണം അവർക്കും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിലൂടെ എക്സിറ്റ് ആവാൻ. അപ്പോൾ അങ്ങനെ അവിടേക്ക് വരുന്ന കപ്പലുകളൊക്കെ ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും അങ്ങോട്ട് ട്രാവൽ ചെയ്ത് കഷം ഐലൻഡിൻ്റെ രീതിയിൽ കൂടെ യാത്ര ചെയ്ത് പോകണം എന്നാണ് ഇറാൻ നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും തെമ്മാടിത്തരമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇറാൻ്റെ ആ ഒരു ധ്വനി, അവരുടെ ആ ഒരു സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നലെ ഒമാൻ്റെ തീരത്തൊരു കപ്പലിനെ അറ്റാക്ക് ചെയ്തില്ലേ, ഇതേപോലെ അവർ റിപ്പീറ്റ് ചെയ്യും. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള വഴിയൊരുക്കി കൊടുത്തത് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഇറാനുമായിട്ട് ഒന്ന് സംസാരിച്ച് ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, അല്ലെങ്കിൽ ഒരു ധാരണയിലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് സൗദി അറേബ്യയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു സൈഡിൽ. ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് UAE ഇന്ത്യയുടെ സൈഡിലേക്ക് പോകുന്നു? മീൻസ് ഇന്ത്യയുടെ സൈഡിലേക്ക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പുമായിട്ട് പോകുന്നു. ഇത് സൗദി അറേബ്യയുടെ കുത്തിത്തിരിപ്പാവാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഡിഫൻസ് ഡീൽ ഉള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് UAEയും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് പാക്റ്റ് ആയിക്കൂടാ? പക്ഷേ UAE തികച്ചും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സൈഡിലേക്ക് തിരിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ കിട്ടിയ എക്സ്പീരിയൻസ്, ആ തിക്താനുഭവം, ആ അനുഭവം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഏറ്റവും മുന്തിയ ഇനമായിട്ടുള്ള താഡ് എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടെ തന്നെ, അതുപോലെ അമേരിക്കയുടെ മറ്റൊരു വേരിയൻ്റ് ആയിട്ടുള്ള പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം തന്നെ UAEയുടെ സൈഡിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അതുകൊണ്ട് UAEക്ക് അവരുടെ മേളിലേക്ക് വന്ന മിസൈലുകൾ പൂർണ്ണമായിട്ടും തടയാൻ കഴിഞ്ഞില്ല. അതിൽ അവരിത്തിരി ഡിസാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് അവർ ഉടനെ തന്നെ ആ യുദ്ധം അവസാനിക്കുന്ന ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ ഇമീഡിയറ്റ് ആയിട്ട് ഇസ്രായേലിനോടൊപ്പം അയൺ ഡോം കരാറിലേക്ക് അവർ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ പിന്നീട് അവർ അന്വേഷിച്ചത് പ്രൂവ്ഡ് വെപ്പൺസ് ആരുടെ കയ്യിലുണ്ട്, അതായത് തെളിയിച്ച
പരീക്ഷണം നടത്തി തെളിയിച്ച അല്ലെങ്കിൽ യുദ്ധത്തിൽ ഉപയോഗിച്ച് പ്രൂവ് ചെയ്ത ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? അത് ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഒബ്വിയസ്ലി ആകാശ് തീർ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മോസ് മിസൈൽ, വേൾഡിൽ തന്നെ ഫാസ്റ്റസ്റ്റ് മിസൈലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ റഷ്യൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച മിസൈലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിസൈലിൻ്റെ കഴിവ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ചതാണ്. അത് കൃത്യമായിട്ട് UAEക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ നടത്തിയ ഡീൽ, ഫിലിപ്പൈൻസുമായിട്ട് ബ്രഹ്മോസ് ഡീൽ നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ബ്രഹ്മോസിനെ ഫിലിപ്പൈൻസ് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്തു. അതും വിജയകരമായിരുന്നു. ലൈവ് ടെസ്റ്റ്. നമ്മുടെ മിസൈൽ വാങ്ങിച്ച് വേറൊരു രാജ്യം ലൈവ് ടെസ്റ്റ് ചെയ്യുകയാണേ. ഇതിനേക്കാളും കൂടുതൽ തെളിവ് വല്ലതും വേണോ? ചൈനയുടെ മിസൈൽ വാങ്ങിച്ച് ഏതെങ്കിലും ഒരു രാജ്യം ലൈവ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പരതി നോക്കൂ. അങ്ങനെ കിട്ടുന്നെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണേ. ഇന്ന മിസൈൽ ചൈനയുടെ വാങ്ങിച്ച് ഇന്ന രാജ്യം ലൈവ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ പാകിസ്ഥാൻ എന്നൊക്കെ എഴുതരുത്. പാകിസ്ഥാൻ ഒഴികെയുള്ള ബാക്കി ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേരെഴുതൂ. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പം അതുപോലെ ഇപ്പം വിയറ്റ്നാം ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിടുന്നു. ഇന്തോനേഷ്യ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് റവന്യൂ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വപ്നം കണ്ടിരുന്നത് ശരിക്കും വർഷം 60 ബില്യണെങ്കിലും നമ്മൾ ഈ ഡിഫൻസിൽ നിന്നും കണ്ടെത്തണമെന്നാണ്, ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ നിന്നും. പക്ഷെ ഇന്ന് നമ്മൾ ഏതാണ്ട് 2026 ഇതുവരെ 36 ബില്യനാണ് നമ്മൾ ഡിഫൻസ് പ്രോഡക്റ്റിലൂടെ റവന്യൂ കരസ്ഥമാക്കിയിരിക്കുന്നത്. നല്ലൊരു മുന്നേറ്റമാണിത്. മനസ്സിലായോ? ഇന്ത്യയുടെ ആ ഒരു വളർച്ച, പ്രത്യേകിച്ച് ഡിഫൻസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. 36 ബില്യൺ ചെറിയ നമ്പറല്ല. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം വളരെ ഷോർട്ട് പീരീഡിൽ നമ്മൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് കഴിഞ്ഞ വർഷം 24 ബില്യൺ ആയിരുന്നു. അതിപ്പോൾ ഓൾറെഡി ഇപ്പം 2026 ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ നമ്മൾ 36 ബില്യനായിട്ട് നമ്മളുടെ വരുമാനം നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഡിഫൻസ് പ്രോഡക്റ്റ് വിറ്റുകൊണ്ടുള്ള വരുമാനം അത് നമ്മൾ ഈ വർഷം അവസാനത്തിനുള്ളിൽ 60 ബില്യണിലേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. 60 ബില്യൺ നമ്മൾ ഡിഫൻസ് എക്സ്പോർട്ടിൽ നിന്നും നേടുമെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം UAE ശക്തമായ രീതിയിൽ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോവാണ്. അതായത് ഈ 2026 മാത്രം പ്രൈം മിനിസ്റ്റർ മോദിയും UAEയുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനും തമ്മിൽ 4 വട്ടമാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെ കൊണ്ട് അത് അമേരിക്കയുടെ ബെസ്റ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വെച്ചിട്ട് അവർക്ക് ഗുണം ചെയ്യാതെ പോയ പല സംഗതികളും ഒഴിവാക്കിക്കൊണ്ട് കഴിവ് തെളിയിച്ച് താരതമ്യേന വിലയിലും മാന്യമായ രീതിയിലുള്ള ഒരു പ്രൈസ് റേഞ്ച് കീപ്പ് ചെയ്യുന്ന ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഇതേപോലത്തെ ഡിഫൻസ് സിസ്റ്റംസ്, മിസൈലുകൾ ഇതെല്ലാം വാങ്ങിക്കുന്നത് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് UAEക്ക് തോന്നിയത് കൊണ്ടാണ് അവർ ജെന്യൂനായിട്ട് ഈ ഡീലിലേക്ക് പോയിരിക്കുന്നത്. അല്ലാതെ രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കളുടെ ബന്ധം മാത്രം വെച്ചിട്ട് പോകുന്ന ഒരു ഡമ്മി ഡീലല്ല ഇത്. ഇത് എഫക്റ്റീവായിട്ട് ഇന്ത്യയുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന വളരെ സുപ്പീരിയർ ലെവലിൽ എടുത്തിരിക്കുന്ന ഡിസിഷനാണ്. ആ ഡിസിഷൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനമാണിത്. അല്ലാതെ ഇതിനെ പലരും അത് പ്രൈം മിനിസ്റ്റർ മോദിയും പിന്നെ UAE ഭരണാധികാരിയും തമ്മിൽ നല്ല ബന്ധമാണ്, അപ്പം അതിൻ്റെ പേരിൽ ഇന്ത്യ അങ്ങോട്ട് മിസൈൽ കൊടുക്കുന്നു എന്നുള്ള ആ രീതിയിലല്ല. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ ബന്ധം തുടങ്ങിയത് ഇന്നലെ ഒന്നല്ലല്ലോ. ഇപ്പം നിലവിൽ UAE ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ഇന്ത്യയുടെ വെപ്പൺസ് പർച്ചേസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഡിസിഷൻ, അവരെ ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളിൽ അവർക്ക് വിശ്വസ്തത പോരാ എന്നത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് അവർ കളമാറ്റുന്നതാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഓൾറെഡി തന്നെ അർമേനിയയുടെ ഡിഫൻസ് പാർട്ട്ണറാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ ഇന്ത്യയെ പാർട്ട്ണറായിട്ട് ഒപ്പം കൂട്ടി സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് UAE ഇത്രയും ശക്തമായ ഫ്രണ്ട്ഷിപ്പുള്ള UAEക്ക് ആ തീരുമാനമെടുത്തുകൂടാ? അതാണ് UAEയെ പ്രേരിപ്പിച്ച ഘടകം. ഇപ്പം എന്തായാലും നെതർലാൻഡിൻ്റെ ക്വീൻ മാക്സിമ ഇന്ത്യയിലുണ്ട്. പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് ഒരു ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡും ഇന്ത്യയും തമ്മിലുള്ള ഡീപ്പ് കോപ്പറേഷൻ, അത് എക്കോണമിക്, ട്രേഡ്, അതേപോലെ ടെക്നോളജി, പ്രത്യേകിച്ച് സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നാനോ ചിപ്പുകളുടെ കമ്പനികളിൽ നെതർലാൻഡിൻ്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രത്യേകിച്ച് അവർ സപ്ലൈ ചെയ്യുന്ന ഒരു മിഷനറി ഉണ്ട്. ആ മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.